ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം തൃതീയ സ്കന്ധം വായിക്കുന്നു. അത്യന്ത ചമൽക്കാര സംഫുല്ലങ്ങളായ 3-4 സ്കന്ധങ്ങൾ വിതുര മൈത്രേയ സംവാദ സ്വരൂപമാണ്. 3-ൽ സൃഷ്ടിയെയും 4-ൽ ലയത്തെയും വർണ്ണിച്ചിരിക്കുന്നു. വേറെയും അനവധി കാര്യങ്ങൾ പ്രസംഗവശാൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പൂർവപീഠികയെന്ന നിലയിൽ വിതുരനും മൈത്രേയ മഹർഷിയും തമ്മിൽ കാണാനുള്ള കാരണത്തെയാണ് ആദ്യം 2-4 അധ്യായങ്ങളെ കൊണ്ട് പറയുന്നത്. മാണ്ഡവ്യ മഹർഷിയുടെ ശാപത്താൽ ശൂദ്രയോനിയിൽ ജനിച്ച ധർമ്മരാജാവാണ് വിതുരൻ. ചെറുപ്പം മുതൽക്ക് തന്നെ പരമഭക്തനും സദാചാരനിഷ്ഠനുമാണ്. ജനനം കൊണ്ട് ശൂദ്രനാണെങ്കിലും വ്യാസ മഹർഷിയുടെ പുത്രനാണെന്ന കാരണത്താൽ ഉത്തമ ക്ഷത്രിയന്മാരായ ധൃതരാഷ്ട്രൻ്റെയും പാണ്ഡുവിൻ്റെയും അനുജനായി. അതിനാൽ ധൃതരാഷ്ട്രപുത്രന്മാരായ കൗരവന്മാർക്കും പാണ്ഡുപുത്രന്മാരായ പാണ്ഡവന്മാർക്കും ഇളയച്ചനുമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കാട്ടിൽ വച്ച് അച്ഛൻ മരിച്ച പാണ്ഡവന്മാരെയും കുന്തിയെയും അരമനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചതു മുതൽ കൗരവന്മാർ അവരോട് മത്സരിക്കാനും തുടങ്ങി. ദയാശീലനും ധർമ്മനിഷ്ഠനുമായ വിതുരൻ്റെ ഹൃദയം അപ്പോൾ മുതൽ നീറിപ്പുകയാനും തുടങ്ങി. ദുര്യോധനാദികളുടെ അധർമ്മഭൂയിഷ്ടമായ ഓരോ പ്രവൃത്തി കാണുമ്പോഴും അദ്ദേഹം ധൃതരാഷ്ട്ര മഹാരാജാവിനോട് അതിനെപ്പറ്റി അപ്പോഴപ്പോൾ ഗുണദോഷിക്കാറുണ്ടായിരുന്നു. പക്ഷേ പുത്രവാത്സല്യം കൊണ്ട് അന്ധമായ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വിതുരൻ്റെ ധർമ്മോപദേശങ്ങളൊന്നും കടക്കാറുമില്ല. അധർമ്മബഹുളമായ ഭരണം കൊണ്ട് രാജ്യത്തിൻ്റെയും വംശത്തിൻ്റെയും നാശം കൂടി അദ്ദേഹം പലപ്പോഴും ചൂണ്ടിക്കാട്ടാതിരുന്നില്ല. ദുര്യോധനനാകുന്ന ഒരാളെ ഉപേക്ഷിക്കുന്ന പക്ഷം ബാക്കിയുള്ള മക്കളെയും രാജ്യത്തെയും രക്ഷിക്കാൻ കഴിയുമെന്നും അതിനാൽ അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നത് ധർമ്മമാണെന്നുകൂടി വിതുരൻ പലപ്പോഴും വാദിച്ചു നോക്കി. വലുതിനു വേണ്ടി ചെറുതുപേക്ഷിക്കുക, പലതിനു വേണ്ടി ഒന്നുപേക്ഷിക്കുക എന്ന നീതിയെയും അദ്ദേഹം എടുത്തു കാണിക്കാതിരുന്നില്ല. പക്ഷേ അതുകൊണ്ടൊന്നും വിശേഷിച്ച് പ്രയോജനമുണ്ടായില്ലെന്ന് മാത്രമല്ല, ദുര്യോധനാദി രാജപുത്രന്മാരുടെ കഠിനമായ വെറുപ്പിന് പാത്രമാവുകയും ചെയ്തു. എങ്കിലും വിതുരൻ ഒഴിച്ചില്ല. ഓരോ പുതിയ സംരംഭം കാണുമ്പോഴും തനിക്ക് പറയാനുള്ളതൊക്കെ പറയും. പാണ്ഡവന്മാരെ ഗൂഢമായി ആപത്തിൽപ്പെടാതെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ പൊറുക്കാൻ കഴിയാത്ത പല ഘട്ടങ്ങളെയും തരണം ചെയ്ത് ഭാരതയുദ്ധത്തിൻ്റെ വക്കോളമെത്തി. യുദ്ധം വേണമെന്ന് ഇരു കൂട്ടരും തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ സാധ്യാസാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങി. ആ ഘട്ടത്തിൽ യുദ്ധകാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ധൃതരാഷ്ട്രൻ ഒരു ദിവസം വിതുരനെ വിളിച്ചു. വിതുരൻ്റെ ധർമ്മബോധത്തിൻ്റെ അഗാധതയെ ആ സന്ദർഭം വേണ്ട പോലെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാജനീതിയുടെ സമഗ്രമായ ഒരു വിവരണമായിരുന്നു അപ്രാവശ്യം വിതുരൻ നടത്തിയ പ്രസംഗം. അതിനെ ആണിന്നും വിതുരവാക്യമെന്ന പേരിൽ അറിഞ്ഞു വരുന്നത്. അതിൻ്റെ അവസാനത്തിൽ ദുര്യോധനനെ ഉപേക്ഷിച്ചാൽ മാത്രമേ നീതി പാലിക്കുവാനും രാജ്യത്തെയും വംശത്തെയും നിലനിർത്താനും സാധിക്കൂ എന്ന തൻ്റെ ആദ്യം മുതൽക്കുള്ള അഭിപ്രായത്തെയും അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് നിർഭാഗ്യവശാൽ ദുര്യോധനൻ കയറി വന്നത്. അദ്ദേഹത്തിന് കോപവും വെറുപ്പും ആളിക്കത്തി. വിതുരനെ രാജധാനിയിൽ നിന്ന് പുറത്താക്കാൻ കൽപ്പിച്ചു. ഹൃദയം നൊന്ത് നീറിയ വിതുരൻ അപ്പോൾ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുകയാണ് ഉണ്ടായത്. ഭാരതത്തിലെ മിക്ക പുണ്യതീർത്ഥങ്ങളെയും മഹാക്ഷേത്രങ്ങളെയും അദ്ദേഹം നടന്നു കണ്ടു. അങ്ങനെ വളരെ കാലം ഒരു തീർത്ഥവാസിയായി നാട് ചുറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ യമുനാ തീരത്ത് വെച്ച് തനിക്കേറ്റവും പരിചിതനും ഉത്തമ സുഹൃത്തുമായ ഉദ്ധവനെ കാണാനിടയായത്. നാട്ടുവർത്തമാനങ്ങളെക്കുറിച്ച് അവർ അന്യോന്യം വളരെ നേരം പലതും സംസാരിച്ചു. അതിൽ നിന്ന് കൗരവന്മാരുടെ നാശവും പാണ്ഡവന്മാരുടെ ചിരാഭിലാഷമായ രാജ്യപ്രാപ്തിയും യാദവ വംശത്തിൻ്റെ ആപത്തും ദ്വാരകാപട്ടണത്തിൻ്റെ തിരോധാനവും ഭഗവാന്റെ സ്വർഗാരോഹണവും എല്ലാം അറിയാനിടയായി.
ഭഗവാനാൽ ഉപദിഷ്ടനായ ഉദ്ധവൻ ബദരികാശ്രമത്തിലേക്ക് തപസ്സിന് പോവുകയാണെന്ന വസ്തുതയും മനസ്സിലാക്കി. എന്തൊക്കെയുണ്ടായാലും പ്രാരബ്ധ സ്വരൂപമായ പ്രപഞ്ച ജീവിതം ആരെയും സുഖിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. സംസാരത്തിലെ ഏതവസ്ഥയും ക്ഷണികവും ദുഃഖഭൂയിഷ്ടവുമാണെന്നും കണ്ടു. അതിനാൽ തനിക്കും ഭഗവാനാൽ ഉപദിഷ്ടമായ ജ്ഞാനം ഉപദേശിക്കണമെന്നും താനും തപസാരംഭിക്കാൻ ഒരുങ്ങുകയാണെന്നും ഉദ്ധവരോട് അറിയിച്ചു. പക്ഷേ ഉദ്ധവനത് സമ്മതിച്ചില്ല. മൈത്രേയ മഹർഷിയോട് ഭഗവാൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് വിതുരന് ജ്ഞാനം ഉപദേശിക്കാനെന്നും അദ്ദേഹത്തെ സമീപിച്ചാൽ അറിയേണ്ടതെല്ലാം അറിയാവുന്നതുമെന്നുമാണ് ഉദ്ധവൻ്റെ അഭിപ്രായം. അവസാനം അങ്ങനെ തീർച്ചപ്പെടുത്തി. ആ ചിരന്തന സുഹൃത്തുക്കൾ പിരിഞ്ഞു. ഉദ്ധവൻ ബദരികാശ്രമത്തിലേക്കും വിതുരൻ ഹരിദ്വാരത്തിനടുത്തുള്ള മൈത്രേയാശ്രമത്തിലേക്കും യാത്രയായി. ഇങ്ങനെയാണ് വിതുരനെയും മൈത്രേയനെയും തമ്മിൽ കൂട്ടിമുട്ടിച്ച് രംഗം സജ്ജമാക്കുന്നത്. അനന്തരം അവരുടെ ചോദ്യോത്തര സ്വരൂപേണയുള്ള തത്വവിചാരമാണ്. പാവന സ്വരൂപിണിയായ ഭാഗീരഥിയുടെ പുണ്യതീരത്തിലുള്ള ആശ്രമത്തിലേക്ക് കയറി ചെന്ന വിതുരനെ മൈത്രേയ മഹർഷി യഥോചിതം സൽക്കരിച്ചു. കുശല പ്രശ്നം ചെയ്തു. ഭക്തി, വിനയ, ഔദര്യാദി ഭാവങ്ങളെക്കൊണ്ട് അദ്ദേഹം ഉത്തമ ജ്ഞാനത്തിന് പാത്രമാണെന്നും കണ്ടു. അതിനാൽ അറിയേണ്ടതിനെ ചോദിക്കാൻ അനുവാദം കൊടുത്തു. വിതുരൻ ചോദ്യം ആരംഭിച്ചു. എല്ലാവരും സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ആരും പ്രവർത്തിക്കാതിരിക്കുന്നില്ല. പ്രവർത്തിക്കുന്ന ഒരാൾക്കും സുഖം കിട്ടുന്നതായി കാണുന്നുമില്ല. എന്നാൽ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് സുഖം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ദുഃഖം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാലും പ്രവർത്തിക്കാതിരിക്കുന്നുമില്ല. ഇതെന്തൊരു വിചിത്രമാണ്! എന്താണിങ്ങനെ വരാൻ കാരണമെന്നാണ് വിതുരൻ്റെ ആദ്യത്തെ ചോദ്യം. മൈത്രേയൻ മറുപടി പറയാൻ തുടങ്ങി. സൂക്ഷ്മങ്ങളായ പഞ്ചഭൂത മാത്രകളുടെ പരിണാമവിശേഷമാണ് മനസ്സ്. അതിന് സത്യത്വം ഉണ്ടാവാൻ വയ്യ. മനസ്സ് തന്നെ സത്യമല്ലെങ്കിൽ മനസ്സിൻ്റെയും പരിണാമ വിശേഷങ്ങളായ വികാരങ്ങളും വിചാരങ്ങളും അത്രയും സത്യമാവാൻ വയ്യല്ലോ. വിചാരങ്ങളാണ് വാക്കുകളായും പ്രവൃത്തികളായും മാറിക്കൊണ്ടിരിക്കുന്നത്. അവ തന്നെ അനുഭവങ്ങളായും മാറുന്നു. പ്രവൃത്തി ദുഃഖസ്വരൂപമാണെങ്കിൽ ആ പ്രവൃത്തിയുടെ പരിണാമമാകുന്ന അനുഭവവും ദുഃഖസ്വരൂപമല്ലാതെ സുഖമാകാൻ വയ്യെന്നൂഹിക്കാമല്ലോ. അസത്യമായ മനസ്സിൻ്റെ കീഴിൽ അസത്യങ്ങളായ വികാര വിചാരങ്ങളെയെല്ലാം സത്യമെന്ന് തെറ്റിദ്ധരിച്ച് അസത്യങ്ങളായ പദാർത്ഥങ്ങളിൽ സുഖത്തിനു വേണ്ടി ഭ്രമിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ വിജ്ഞാനത്തെ സംസ്കരിച്ച് സത്യത്തെ ഉത്ബോധിപ്പിച്ച് സുഖത്തിലേക്ക് നയിക്കാനുള്ള ഉപകരണങ്ങളാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും. ഗുരുമുഖേന അവയെ വേണ്ടും വണ്ണം അഭ്യസിച്ച് സത്യത്തെ അറിഞ്ഞ് ജീവിതത്തെ ശുദ്ധീകരിച്ച് സുകൃതികൾ സുഖിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഇഹത്തിലും പരത്തിലും തപിക്കുകയും ചെയ്യുന്നു. രണ്ടു കൂട്ടരാണ് ഈ ലോകത്തിൽ സുഖിക്കുന്നത്. അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരമകാഷ്ഠയിലെത്തിയവരും പരമമൂഢന്മാരും. ഈ രണ്ട് വർഗത്തിലും പെടാതെ മധ്യവർത്തികളായവരൊക്കെ ദുഃഖിക്കുന്നു. ജനസംഖ്യയിൽ ഏതു കാലത്തും ദുഃഖികളായ മധ്യവർത്തികൾ ആണ് അധികം. അവർക്കുള്ളതാണ് വേദങ്ങളും ശാസ്ത്രങ്ങളുമൊക്കെ. അവർ പഠിക്കണം. സംസ്കാരവും ജീവിതവും നന്നാക്കാൻ ശ്രമിക്കുകയും വേണം. ഈ ലോകവും മനുഷ്യ ജീവിതവും ദുഃഖിക്കാനുള്ളതല്ല, സുഖിക്കാനുള്ളതാണ്. എന്നാൽ സുഖവും ദുഃഖവും പദാർത്ഥങ്ങളെ അവലംബിച്ചല്ല നിൽക്കുന്നത്, സംസ്കാരത്തെ അവലംബിച്ചാണ്. സംസ്കാരമാകട്ടെ ആത്മീയതയാണ്. അപ്പോൾ ശരീരത്തെയും ശാരീരിക ധർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള മൂഢജീവിതം പാടെ മാറണം. ശരീരത്തെ വിട്ട് ആത്മാവിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങണം. നാനാത്വത്തെ മറന്ന് ഏകത്വത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങണം. സ്വാർത്ഥവും പരാർത്ഥവും മറന്ന് ജീവിതം നിരുപാധികമാവണം. അങ്ങനെ ജീവിക്കുന്ന സുകൃതികളും സുഖികളുമായ സജ്ജനങ്ങളുടെ ചേർച്ച കൊണ്ടും നിത്യസമ്പർക്കം കൊണ്ടും അതൊക്കെ സുലഭമായി സാധിക്കുക തന്നെ ചെയ്യും. താത്വികമായി ഇത്രത്തോളം പറഞ്ഞ മൈത്രേയ മഹർഷിയെ ബഹുമാനിച്ചുകൊണ്ട് വിതുരൻ ജഗത്തിൻ്റെ സൃഷ്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദമായി അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള ആശയെ പ്രകാശിപ്പിച്ചു. സർവജ്ഞനായ ആ മഹാത്മാവ് വീണ്ടും പറയാൻ തുടങ്ങി. ഹേ വിതുര, ഇല്ലാത്ത ഒരു വസ്തുവിനെ ഉള്ളതായി ബോധിച്ച് അതുണ്ടാവാൻ കാരണമന്വേഷിക്കുന്ന അവിവേകിയായ ബാലൻ്റെ ചോദ്യത്തിന് തുല്യമാണ് അങ്ങയുടെ ചോദ്യം.
ജാഗ്രതാദി മൂന്നവസ്ഥകളിലും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ജഗത്തിൻ്റെ ഏത് ഭാവത്തിനാണ് സത്യത്വമുള്ളത്? വെറും ഭ്രമം. കാലം കൊണ്ടും ദേശം കൊണ്ടും കർമ്മം കൊണ്ടും അവസ്ഥ കൊണ്ടും അനുനിമിഷം മാറിയും ഉണ്ടായും ഇല്ലാതായും കളിച്ചുകൊണ്ടിരിക്കുന്ന ജഗൽ ഭ്രമത്തിൻ്റെ അസ്തിത്വം അന്വേഷിച്ചാൽ എന്താണ് അറിയാൻ പോകുന്നത്? ഇല്ലാത്ത ഭൂതത്തെ ഉണ്ടെന്ന് സങ്കല്പിച്ചു ഭയപ്പെട്ട ഭീരു ഭൂതത്തെ അന്വേഷിച്ച് നടന്നാൽ കാണുമോ? അസ്തിത്വമില്ലാത്തതാണ് ഈ ജഗത്ത്. മനസ്സിൻ്റെ വെറും കൽപ്പന മാത്രമാണ്. സ്വപ്നാവസ്ഥയിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളും അനുഭവങ്ങളും എപ്രകാരം ഇല്ലാത്തതാണോ, അങ്ങനെ തന്നെ ജാഗ്രത അവസ്ഥയിലുള്ള ഈ സ്ഥല പ്രപഞ്ചവും മൂന്ന് കാലത്തും ഇല്ലാത്തത് തന്നെ. എങ്കിലും ഉള്ളതായി ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു മൂഢജനങ്ങൾ. ഇല്ലാത്തതാണെങ്കിലും ഉള്ളതായി ബോധിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇല്ലാത്തതായിട്ടെങ്കിലും ഒരു കാരണവും വേണമല്ലോ. അത് പറയാം, കേട്ടോളൂ. നിർവികൽപ്പവും അവ്യക്ത പരിപൂർണവും സച്ചിദാനന്ദാകാരവുമായ പരചൈതന്യത്തിൽ നിന്ന് ഇച്ഛാസ്വരൂപിണിയായ പ്രകൃതി ഉണ്ടായി. ഇല്ലാത്ത ഒരു വസ്തുവിനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അസാംഗത്യം തോന്നാം. പ്രസ്തുത പരചൈതന്യത്തിൻ്റെ ഒരംശം തന്നെ പ്രകൃതിയായി തീർന്നു എന്നേ അതിനർത്ഥമുള്ളൂ. പ്രകൃതിയിൽ നിന്ന് എല്ലാറ്റിനും കാരണവും പ്രപഞ്ചവസ്തുക്കളിൽ എല്ലാറ്റിനും ബീജങ്ങൾ ഉൾക്കൊള്ളുന്നതായ മഹത്വവും മഹത്വത്തിൽ നിന്ന് എല്ലാറ്റിനും കർത്തൃത്വാകാരമായ അഹം തത്വവും ഉണ്ടായി. അഹങ്കാരത്തിൽ നിന്ന് സത്വവും രജസും തമസുമാകുന്ന ഗുണത്രയങ്ങളുണ്ടായി. വ്യത്യസ്തങ്ങളായ പ്രസ്തുത ത്രിഗുണങ്ങളോടുള്ള ചേർച്ച കൊണ്ട് അഹങ്കാരത്തിന് മൂന്ന് സ്വരൂപങ്ങളുണ്ടായി. സത്വഗുണാഹങ്കാരം, രജോ ഗുണാഹങ്കാരം, തമോ ഗുണാഹങ്കാരം ഇങ്ങനെ. അനന്തരം സത്വഗുണാഹങ്കാരത്തിൽ നിന്ന് വിജ്ഞാന സ്വരൂപവും മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നീ 4 ഭാവത്തോടു കൂടിയ അന്ധകരണവും ഉണ്ടായി. രജോ ഗുണാഹങ്കാരത്തിൽ നിന്ന് ജ്ഞാനങ്ങളും കർമ്മമയങ്ങളുമായ 10 ഇന്ദ്രിയ ശക്തികൾ രൂപം കൊണ്ടു. തമോമയാഹങ്കാരത്തിൽ നിന്നാകട്ടെ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകളാകുന്ന ശബ്ദാദി 5 വിഷയങ്ങളുണ്ടായി. അവ ഘനീഭവിച്ച് പൃഥ്വ്യാദി 5 ഭൂതങ്ങളുമുണ്ടായി. അനന്തരം പ്രകൃതിയിൽ അങ്ങിങ്ങ് ചിന്നിച്ചിതറിക്കിടക്കുന്ന മുൻ പറയപ്പെട്ട തത്വഘടകങ്ങളെ കാലമാകുന്ന ശക്തി ചലിപ്പിച്ച് ഒന്നിച്ച് കൂട്ടിയോജിപ്പിച്ചു. പ്രകൃതി, മഹത്തത്വം, അഹംതത്വം, ത്രിഗുണങ്ങൾ, അന്ധകരണം, 10 ഇന്ദ്രിയങ്ങൾ, 5 തന്മാത്രകൾ, 5 മഹാഭൂതങ്ങൾ ഇവയാകുന്ന അവയവങ്ങളോടുകൂടിയ ശരീരത്തെ ഈശ്വരൻ ഉപാധിത്വേന സ്വീകരിച്ച് അതിൽ പ്രകാശിച്ചു. അപ്പോൾ ജഡമായിരുന്ന തത്വസമുച്ചയം സചേതനവും പ്രവർത്തനോന്മുഖവുമായി. പ്രസ്തുത തത്വസമുച്ചയമാകുന്ന ശരീരത്തോടു കൂടിയ ഈശ്വരനെ ഹിരണ്യഗർഭനെന്നും നാരായണനെന്നും പറയുന്നു. വളരെ കാലം ഹിരണ്യഗർഭദേവൻ ജലരാശിയിൽ ശയിച്ചു. സന്ദർഭം വന്നപ്പോൾ ആ ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുരൂപമായി നാഭിയിൽ നിന്നൊരു താമര പൊട്ടിമുളച്ച് ഉണ്ടായി. അവ്യക്തമായ ജഗത്തിൽ ആദ്യത്തെ വ്യക്തിയായി തീർന്ന ആദി പദ്മത്തിൽ നിന്ന് സ്വയംഭൂവായ ബ്രഹ്മദേവനുണ്ടായി. വിശാലമായ അന്തരീക്ഷത്തിൽ ഒന്നിൻ്റെ ദർശനമോ ശ്രവണമോ കിട്ടാതെ വളരെ കാലം ഏകാഗിയായി ജനിച്ച താമരയിൽ തന്നെ ഇരുന്ന ബ്രഹ്മദേവൻ താൻ ആരാണെന്നും എങ്ങനെ ഉണ്ടായി എന്നും എന്തിനു വേണ്ടി ഉണ്ടായി എന്നും തനിക്കാശ്രയമായ താമരയ്ക്ക് അവലംബം എന്താണെന്നും അന്വേഷിക്കാൻ തുടങ്ങി. വളരെ കാലം അന്വേഷിച്ചിട്ടും ശരിയായ യാതൊരു അറിവും കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. തപ തപ എന്നായിരുന്നു ശബ്ദം. ആ ശബ്ദം എങ്ങനെയുണ്ടായി, എവിടെ നിന്ന് പുറപ്പെട്ടു എന്നും കുറേയൊക്കെ അന്വേഷിച്ചു നോക്കി. ഫലമുണ്ടായില്ല, ഒന്നും മനസ്സിലായില്ല. ഏതായാലും കേട്ടതിനെ പ്രവർത്തിക്കാൻ തീർച്ചപ്പെടുത്തി. അതിൻ്റെ ഫലമായി പിന്നീട് വളരെ കാലം മനോബുദ്ധീന്ദ്രിയങ്ങളെ അടക്കി ഏകാഗ്രതാഭാവത്തിൽ തപോമയനായിരുന്നു. അങ്ങനെ വളരെ കാലം കഴിഞ്ഞപ്പോൾ തന്നിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന തനിക്കാസ്പദമായ ഹിരണ്യഗർഭസ്വരൂപിയായ നാരായണനെ ദർശിച്ചു.
വൈകുണ്ഠമൂർത്തിയായ പരമപുരുഷൻ്റെ ദിവ്യവും തേജോമയവും സർവാലങ്കാരഭൂഷിതവുമായ അത്ഭുത സ്വരൂപത്തെ ദർശിച്ചതോടെ തന്നെ എല്ലാ മൗഢ്യങ്ങളും അകന്ന് സന്തുഷ്ടനായി. താനും ആ ദേവനും രണ്ടല്ലെന്നും തനിക്ക് പരമകാരണം ആ പരമപുരുഷൻ തന്നെയാണെന്നും ബോധ്യമായി. ജ്ഞാനമുണ്ടായി. എല്ലാം അറിഞ്ഞു. ആ ഈശ്വരൻ്റെ അപ്രമേയമായ മഹിമയെ നാനാപ്രകാശത്തിൽ വാഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു. ഭഗവാനാൽ അനുഗ്രഹീതനായ ബ്രഹ്മദേവന് എല്ലാ അറിവുകളും കഴിവുകളും സ്വയം പ്രകാശിച്ചു. കഴിഞ്ഞുപോയ കൽപ്പങ്ങളുടെയൊക്കെ ഓർമ്മയുണ്ടായി. അതുപ്രകാരം വീണ്ടും ജഗത്തിനെ സൃഷ്ടിക്കാനാണ് താൻ ഉണ്ടായതെന്നും ബോധ്യമായി. സൃഷ്ടി വ്യാപാരം കൊണ്ട് സത്യമായ ജ്ഞാനം നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. സത്യത്തെ എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പക്ഷം എന്തു ചെയ്താലും അപകടം വരില്ലെന്ന് ഭഗവാൻ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. പിന്നീട് സൃഷ്ടിയുടെ ആരംഭമായി. ഹിരണ്യഗർഭനാകുന്ന നാരായണൻ്റെ മുൻ പറയപ്പെട്ട അവയവങ്ങൾ അഥവാ തത്വങ്ങൾ തന്നെ ഘനീഭവിച്ച് സ്ഥൂലമായതാണ് ഈ സ്ഥൂല പ്രപഞ്ചം. ഈ സ്ഥൂല പ്രപഞ്ചത്തെ ഭഗവാന്റെ വിരാട് സ്വരൂപമെന്ന് പറയുന്നു. എങ്കിലും ബ്രഹ്മദേവനിൽ കൂടെയാണ് സംഭവിക്കുന്നത്. സമഷ്ടിയായ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ക്രമമാണ് ഇവിടെ പറഞ്ഞത്. വ്യഷ്ടിയായ ഒരു ജീവിയുടെ ഉൽപ്പത്തി ക്രമവും ഇതുതന്നെ. പൃഥ്വിയാദി പഞ്ചഭൂതങ്ങളും ശബ്ദാദി പഞ്ചതന്മാത്രകളും 10 ഇന്ദ്രിയങ്ങളും ചാതുർവിദ്യത്തോടുകൂടിയ അന്ധക്കരണവും സത്വാദി 3 ഗുണങ്ങളും അഭിമാനവും വിജ്ഞാനവും സ്വഭാവവും ആത്മചൈതന്യവും കൂടി ചേർന്നതാണ് വ്യക്തി അല്ലെങ്കിൽ ജീവി. പഞ്ചഭൂതങ്ങളുടെ അംശമാണ് ശരീരം. തന്മാത്രകളുടെ അംശമാണ് വിഷയസ്വീകാര്യം. ഇന്ദ്രിയ ശക്തികളുടെ അംശങ്ങളാണ് 10 ഇന്ദ്രിയങ്ങൾ. അന്ധക്കരണ ശക്തിയുടെ അംശമാണ് മനസ്സ്, ചിത്തം, ബുദ്ധി, ക്ഷണികമായ അഹങ്കാരം എന്നിവ. സത്വഗുണത്തിൻ്റെ അംശമായി ഓർമ്മയും തമസിൻ്റെ അംശമായി മറവിയും രജസിൻ്റെ അംശമായി കർമ്മശ്രദ്ധയും നിലനിൽക്കുന്നു. അഹങ്കാരത്തിൻ്റെ അംശമായി താൻ ഇന്നവനാണെന്ന സ്ഥിരമായ അഭിമാനവും മഹത്തത്വത്തിൻ്റെ അംശമായി വിജ്ഞാനവും പ്രകൃതിയുടെ അംശമായി സ്വഭാവവും ഈശ്വരൻ്റെ അംശമായി ആത്മചൈതന്യവും പ്രകാശിക്കുന്നു. ഇവയെല്ലാം ചെറിയ തോതിലാവുമ്പോൾ വ്യഷ്ടിയും വലിയ തോതിലാവുമ്പോൾ സമഷ്ടിയുമാവുന്നു എന്നല്ലാതെ വ്യഷ്ടിക്കും സമഷ്ടിക്കും തമ്മിൽ വലിപ്പ ചെറുപ്പങ്ങളല്ലാതെ വേറെ ഒരു വ്യത്യാസവുമില്ല.